തൊടുപുഴ 1957 സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ നെടുങ്കോട്ടയായിരുന്നു തൊടുപുഴ. 64 കേരള കോൺഗ്രസ് ജന്മം കൊണ്ടതോടെ തൊടുപുഴ കേരള കോൺഗ്രസിൻ്റെ മണ്ണായി. 1970 PJ ജോസഫ് ആദ്യമായി ഇവിടെ മത്സരിച്ചപ്പോൾ തൊടുപുഴ ജോസഫിൻ്റേതുമായി. കഥ ഇതുവരെ. കൊച്ചിയുടെ ഉപനഗരമായി അതിവേഗം വളരുന്ന നാടാണ് തൊടുപുഴ. നഗരത്തെ രണ്ടായി പകുത്ത് ശാന്തമായി തൊടുപുഴയാർ ഒഴുകുന്നു. കർഷകരുടെ മനസ്സും ഒഴുക്കിനൊപ്പമുണ്ട്. റബ്ബറിന്റെ വില ഇടിഞ്ഞത് കർഷകരുടെ നട്ടെല്ലൊടിച്ചു. എല്ലാ ജാതി മതസ്ഥരും ഇടകലർന്ന് കഴിയുന്ന മേഖല. ക്രൈസ്തവ ജനവിഭാഗത്തിനാണ് മേൽക്കൈ. കേരള കോൺഗ്രസുകൾക്ക് എന്നും വളക്കൂറുള്ള മണ്ണാണ് ഇത്. PJ ജോസഫിന്റെ പേരു ചേർത്തേ തൊടുപുഴ അറിയപ്പെടാറുള്ളൂ. ഇത്തവണ മത്സരത്തിന് ജോസഫ് ഇറങ്ങുമ്പോൾ വലംകൈയായിരുന്ന ഫ്രാൻസിസ് ജോർജ് ഒപ്പമില്ല. രണ്ട് മുന്നണികളിൽ മാറി മാറി നിന്നപ്പോഴും PJ ജോസഫ് ഒരിക്കൽ മാത്രമാണ് തോറ്റത്. 2001 PT തോമസിനോടായിരുന്നു പരാജയം. തുടർന്ന് വന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും ജോസഫ് വിജയിച്ചു. 2010 കേരള കോൺഗ്രസുകൾ ലയിച്ചതോടെ പാർട്ടിക്ക് ശക്തിയേറുകയും ചെയ്തു. കഴിഞ്ഞ തവണ 22,868 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് PJ ജോസഫ് ഇവിടെ വിജയിച്ചത്. എതിരാളി LDF സ്വതന്ത്രൻ ജോസഫ് അഗസ്റ്റിൻ ആയിരുന്നു. BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചതും കഴിഞ്ഞ തവണയാണ്. PM വേലായുധനിലൂടെ 10,049 വോട്ട് അവർ നേടി. UDF 51.92%, LDF 34.02%, NDA 7.87% വോട്ടുകളാണ് നേടിയത്. സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട 1957 CPIയിലെ K നാരായണൻ നായരെ 10,467 വോട്ടിന് പരാജയപ്പെടുത്തി കോൺഗ്രസിലെ CA മാത്യുവാണ് ആദ്യ വിജയം നേടിയത്. മാത്യു 22,149 വോട്ടുകൾ നേടി. നാരായണൻ നായർ 11,680 വോട്ടുകളും PSPയിലെ ദേവസ്യ 1,252 വോട്ടുകളുമാണ് നേടിയത്. 60ലും മാത്യു വിജയം തുടർന്നു. CA മാത്യൂസ് 34,156 വോട്ട് നേടി CPIയിലെ ജോസ് എബ്രഹാമിനെ 20,257 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത്. ജോസ് എബ്രഹാം 13,899 വോട്ടുകളാണ് നേടിയത്. 65 കേരള കോൺഗ്രസ് ടിക്കറ്റിൽ CA മാത്യു സ്വതന്ത്ര സ്ഥാനാർത്ഥി KC സക്കറിയയെ 4,093 വോട്ടിന് പരാജയപ്പെടുത്തി ഹാട്രിക് വിജയം നേടി. CA മാത്യു 18,937 വോട്ട് നേടിയപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി KC സക്കറിയ 14,844 വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് വന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KM ജോർജിന് കേവലം 7,747 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 67 KC സക്കറിയ കേരള കോൺഗ്രസിലെ EM ജോസഫിനെ 1,635 വോട്ടുകൾക്കും തോൽപ്പിച്ചു. KC സക്കറിയ 18,780 വോട്ടും EM ജോസഫ് 17,286 വോട്ടും നേടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി EM ജോസഫ് നേടിയത് 6,624 വോട്ടുകൾ മാത്രമാണ്. 1970 PJ ജോസഫ് ആദ്യമായി മത്സരിച്ചത്. CPM സ്വതന്ത്രനായ UK ചാക്കോയെ 1,635 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു PJ ജോസഫിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ മത്സരത്തിലും വിജയം ആവർത്തിച്ചു. 1977 R ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിലെ AC ചാക്കോയെ 13,908 വോട്ടുകൾക്ക് തോൽപ്പിച്ചു. PJ ജോസഫ് 38,294 വോട്ട് നേടിയപ്പോൾ AC ചാക്കോ 24,386 വോട്ടാണ് നേടിയത്. 80 കേരള കോൺഗ്രസിലെ കുസുമം ജോസഫിനെ 10,317 വോട്ടുകൾക്ക് PJ ജോസഫ് തോൽപ്പിച്ചു. PJ ജോസഫ് 43,410 വോട്ട് നേടിയപ്പോൾ കുസുമം ജോസഫ് 33,093 വോട്ടുകളാണ് നേടിയത്. 82 RSPയിലെ NA പ്രഭയെ 15,738 വോട്ടിനും 87 CPMയിലെ MC മാത്യുവിനെ 10,252 വോട്ടുകൾക്കും ജോസഫ് പരാജയപ്പെടുത്തി. 1991 ചിത്രം മാറി. കോൺഗ്രസിലെ PT തോമസാണ് വിജയിച്ചത്. അന്ന് PJ ജോസഫിന്റെ വിശ്വസ്തനായിരുന്ന PC ജോസഫിനെ 1,092 വോട്ടുകൾക്കാണ് തോമസ് തോൽപ്പിച്ചത്. അന്ന് PJ ജോസഫ് ഇടുക്കി പാർലമെന്റിലേക്ക് മത്സരിക്കുകയായിരുന്നു. 96 PJ ജോസഫ് PT തോമസിനെ 4,124 വോട്ടുകൾക്ക് തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ചു. എന്നാൽ 2001 PT തോമസിനോട് 6,125 വോട്ടുകൾക്ക് PJ ജോസഫ് തോറ്റു. 2006 PJ ജോസഫ് 13,781 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം വീണ്ടും തിരിച്ചുപിടിച്ചു. 2011 ജോസഫും തോമസും ഒരേ മുന്നണിയിൽ എത്തി.
കോൺഗ്രസിൻ്റെ നെടുങ്കോട്ടയും പിന്നീട് കേരള കോൺഗ്രസിൻ്റെ ശക്തി തുർഗവുമായി മാറിയ തൊടുപുഴയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത്.